വഖഫ് നിയമ ഭേദഗതി നിയമമായതോടെ തന്നെ ബംഗാളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കലാപകാരികൾ ആക്രമണം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തുവന്നു. ഇതോടെ തന്നെ മമതാ ബാനർജി വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മമത നടത്തിയ വിദ്വേഷ പ്രസംഗമാണ് കലാപകാരികൾക്ക് പ്രോത്സാഹനം നൽകിയിരിക്കുന്നതും. ആക്രമണത്തിന്റെ മൂല കാരണം തന്നെ മമതയാണ് എന്ന് തന്നെയാണ് BJP ആരോപിക്കുന്നതും. BJP IT സെൽ മേധാവിയായ അമിത് മാളവ്യ പറയുന്നത് ഇങ്ങനെയാണ്: മമത ബംഗാളിനെ മറ്റൊരു ബംഗ്ലാദേശ് ആക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബംഗ്ലാദേശിന് സമാനമായ അവസ്ഥയിലേക്കാണ് ബംഗാളിനെ തള്ളിവിടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും. അതേസമയം പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി നിരവധി വാഹനങ്ങൾ തല്ലി തകർക്കുന്നതും കത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മുർദാബാദിലാണ് കലാപം അരങ്ങേറിയിരിക്കുന്നതും. പോലീസിന് നേർക്ക് രൂക്ഷമായ കല്ലേറുണ്ടാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ട്രെയിനുകൾക്ക് നേർക്കും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. കലാപകാരികൾ അഴിഞ്ഞാടുന്ന ദൃശ്യം പുറത്തു വന്നതോടെ തന്നെ മമതയ്ക്ക് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. വൃത്തികെട്ട മതമെന്ന് ആരോപിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ മമത രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്രയും ഹിന്ദു വിരോധിയായ മമത നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഇരയാകുന്നത് ബംഗാളിലെ ജനങ്ങൾ തന്നെയാണ്. സമാധാനത്തോടെ ഭരണം നടത്താൻ കെൽപ്പില്ലാത്ത മമതയ്ക്ക് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതും എന്നതും പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതിനു പിന്നാലെ വഖഫ് നിയമത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു. വഖഫ് ഭേദഗതി നിയമം ഇപ്പോൾ മുസ്ലിം സമൂഹം ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളുടെയും താല്പര്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്നും വഖഫിന്റെ പവിത്രത ഇപ്പോൾ സംരക്ഷിക്കപ്പെടണമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ചർച്ചയായിരുന്നുവെന്നും ഇരുസഭകളിലുമായി 16 മണിക്കൂർ ചർച്ച നടത്തിയതായും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 38 മീറ്റിംഗുകൾ നടത്തുകയും 128 മണിക്കൂർ ചർച്ചയിൽ ഏർപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ തന്നെ രാജ്യത്തുടനീളം 1 കോടിയോളം ഓൺലൈൻ നിർദ്ദേശങ്ങൾ ലഭിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യം ഇനി പാർലമെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നും മറിച്ച് പൊതുജന പങ്കാളിത്തത്തിലൂടെ തന്നെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നും ഇത് തെളിയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം വഖഫ് ഭേദഗതി നിയമം ദരിദ്രർക്കും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കും ഒരു അനുഗ്രഹമായി എന്ന് BJP MP ആയ ദിനേശ് ശർമ്മ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വഖഫ് നിയമം ദരിദ്രർക്കും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കും ഒരു അനുഗ്രഹമായി ഉയർന്നു വന്നിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ 80% ഇവരാണ്. ഇത് മുസ്ലിം രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാകുമെന്നും ശർമ്മ പറഞ്ഞു. അതുപോലെ ഏപ്രിൽ 5 ബഡ്ജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് പ്രസിഡന്റ് ദ്രൗപദി മുർമു അംഗീകാരം നൽകിയിരുന്നു. അതേസമയം ഇസ്ലാമിക പണ്ഡിത സംഘടനയായ ജമാഅത്തെ ഉലമ-ഇ ഹിന്ദ് പുതിയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അസ്റുദ്ദീൻ OYC, AAP MLA ആയ അമാനത്തുള്ള ഖാൻ എന്നിവരും സുപ്രീം കോടതിയെ സമീപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.